ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി സ്നാക്കാണ്. ഇത് എന്ത് സ്നാക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു വ്യത്യസ്തമായ സ്നാക്കല്ലേ ഇത്? ഈ കണ്ടുപരിചയമുണ്ടോ? എന്ത് പൊടി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിംഗ് എന്താണ് എന്നൊക്കെ ഇപ്പോൾ സംശയം തോന്നുന്നുണ്ടാവാം. ഇത് നമ്മുടെ പഴംപൊരിയാണ്. വ്യത്യസ്തമായ ഒരു ഷേപ്പിൽ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നു. പക്ഷേ അതിൻ്റെ ബാറ്റർ കുറച്ച് തിക്കായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നല്ല പഫി ആയിട്ടുള്ള പഴംപൊരി ആയി കിട്ടും. അപ്പോൾ ഈ പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 2 പഴം എടുത്തിട്ടുണ്ട്. 2 പഴത്തിലേക്കായിട്ട് 1.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പഴം മുറിക്കുന്നതനുസരിച്ച് മൈദപ്പൊടിയുടെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. റൗണ്ടിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ മൈദപ്പൊടി കൂടുതൽ വേണം, നീളത്തിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ മൈദപ്പൊടി കുറവ് മതിയാവും. നീളത്തിലാവുമ്പോൾ പഴത്തിന് എണ്ണം കുറവായിരിക്കുമല്ലോ, റൗണ്ടിൽ കട്ട് ചെയ്യുമ്പോൾ പഴത്തിന് എണ്ണം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് മൈദപ്പൊടിയുടെ അളവിൽ വ്യത്യാസം വരുമെന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെള്ളം. ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ ബേസിക്കായിട്ട് പഴംപൊരി ഉണ്ടാക്കുന്നത്. പിന്നെ അരിപ്പൊടിയൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ക്രിസ്പി ആവണം എന്നുണ്ടെങ്കിൽ ചില ആളുകൾ അരിപ്പൊടി ചേർക്കാറുണ്ട്. ഞാൻ അരിപ്പൊടി ചേർക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ തന്നെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരും പഴംപൊരി. അതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടി ചേർക്കാറില്ല എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ അരിപ്പൊടിക്ക് പകരമായിട്ട് 2 ടേബിൾ സ്പൂൺ റവ ചേർക്കാം. റവ ചേർക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ സമയം മിക്സ് ചെയ്ത് വെക്കണം. അരിപ്പൊടി ആണെങ്കിൽ കൂടുതൽ സമയം മിക്സ് ചെയ്ത് വെക്കേണ്ട, ഉടനെ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ മൈദപ്പൊടിയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. അതുപോലെ തന്നെ 2 പിഞ്ച് ഉപ്പ്. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് 2 പിഞ്ച് ഉപ്പ് ചേർക്കുന്നത്. ഇനി നമ്മൾ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ചേർത്താലേ നമ്മുടെ പഴംപൊരി കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ പഴംപൊരി കാണാൻ ഭംഗി ഉണ്ടാവില്ല. മഞ്ഞ കളറിലെ പഴംപൊരി മൊരിഞ്ഞ് വരുമ്പോഴാണ് നല്ല ഭംഗി വരിക. പിന്നെ നിങ്ങളുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം നമ്മൾ പഞ്ചസാര ചേർക്കാൻ. ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ. ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പഴത്തിന് നല്ല മധുരമുള്ളതാണ്, അതുകൊണ്ട് തന്നെ 2 ടീസ്പൂൺ മതി പഞ്ചസാര. മധുരം കുറഞ്ഞ പഴമാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർക്കണം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു വിസ്ക് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. നിങ്ങളുടെ സൗകര്യം പോലെ മിക്സ് ചെയ്യാം കേട്ടോ, ഏത് ഉപയോഗിച്ച് വേണമെങ്കിലും. പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ട ചേർക്കാം. മുട്ട ചേർത്ത പഴംപൊരി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പല രീതിയിൽ നമ്മൾ പഴംപൊരി ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ഇതിന് മുൻപ് കാണിച്ചത് ഗോതമ്പ് പൊടി ചേർത്തിട്ടുള്ള പഴംപൊരിയാണ്. പിന്നെ മുട്ട ചേർത്ത് ബ്രെഡ് ക്രംസ് ഒക്കെ ചേർത്തിട്ടുള്ള പഴംപൊരി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ വ്യത്യസ്തമായിട്ട് നമ്മുടെ കുട്ടി പഴംപൊരികൾ, ഇടയ്ക്ക് ഓണ സമയമൊക്കെ ആകുമ്പോൾ ഇതുപോലെ കുറച്ചുകൊണ്ട് നടക്കാൻ പറ്റിയ സ്നാക്സ് പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെ കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ കുട്ടി പഴംപൊരി നമ്മൾ ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഈ ഒരു പഴംപൊരി കാണുമ്പോൾ കഴിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. എപ്പോഴും പഴംപൊരി നമ്മൾ ഒരേ ഷേപ്പിൽ തന്നെയല്ലേ ഉണ്ടാക്കുക. ഇതാകുമ്പോൾ ഒരു വ്യത്യസ്തമായ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പ്രത്യേകിച്ചും എല്ലാവർക്കും ഇഷ്ടം തോന്നും. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിതാ പഴംപൊരിയുടെ മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ പാകത്തിലാണ് നമ്മൾ പഴംപൊരിയുടെ മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പഴം കട്ട് ചെയ്തെടുക്കാം. പഴം കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കനത്തിൽ വേണം പഴം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ എന്താ ഈ ഒരു പ്ലേറ്റിലേക്കാണ് പഴം കട്ട് ചെയ്തിടുന്നത്. ഇത് കണ്ടോ, ഇത് ഈ ഒരു വലിപ്പത്തിൽ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ പഴം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. റൗണ്ടിൽ ഈ ഒരു തിക്നെസ്, ഇത്രയും തിക്നെസ് എങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പഴംപൊരി കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിൽ തിക്നെസ് കൂടിയാൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല, തിന്നായിട്ട് കട്ട് ചെയ്താലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് ഈ 2 പഴവും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പഴം മുഴുവൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ എണ്ണയിലേക്ക് പഴംപൊരി ഇട്ട് കൊടുക്കുക. നമ്മൾ കൈ ഉപയോഗിച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈ പിടിക്കുമ്പോൾ ആ കയ്യിലുള്ള മാവും എല്ലാം കൂടി മിക്സായി അതിലേക്ക് വീഴും. ഇതാകുമ്പോൾ
ഈസി ആയിട്ട് ഇട്ട് കൊടുക്കാം, സ്പൂൺ ഉപയോഗിച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ നേരത്തെ പഴംപൊരിയുടെ വീഡിയോ, നമ്മുടെ ഗോതമ്പ് പഴംപൊരിയുടെയും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും മുട്ടയും ഉപയോഗിച്ചിട്ടുള്ള പഴംപൊരിയുടെയും വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂട്ടോ. അതൊരു വെറൈറ്റി പഴംപൊരിയാണ്. ഇതാവുമ്പോൾ സാധാരണ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന പഴംപൊരി തന്നെ ഈ ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് വരുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇട്ട് കഴിഞ്ഞു. നമുക്കിനി കുറച്ചായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ക്വാണ്ടിറ്റി ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തമ്മിൽ ഒട്ടി പോവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. എണ്ണയിലേക്ക് പഴംപൊരി ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെക്കാം. പഴംപൊരി എല്ലാം ഇട്ട് കഴിയുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴംപൊരി ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല മൊരിഞ്ഞ പഴംപൊരി ഇഷ്ടമാണെങ്കിൽ നന്നായിട്ട് മൊരിച്ചെടുക്കും കേട്ടോ. ഇവിടെ എനിക്ക് മാത്രമേ നന്നായിട്ട് മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി ഇഷ്ടമുള്ളൂ, വേറെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കുള്ള പഴംപൊരി മാത്രം നന്നായിട്ട് മൊരിച്ചെടുക്കും. ബാക്കി അധികം മൊരിയാതെ കറക്റ്റ് പാകത്തിനുള്ള മൊരിയെല്ലാം എടുക്കും. ഇത് കണ്ടോ, നമ്മൾ ആ ബേക്കിംഗ് സോഡ ചേർത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി ഒരു ബോൾ ഷേപ്പിലായി വന്നിട്ടുണ്ട് നമ്മുടെ പഴംപൊരിയൊക്കെ. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമ്മുടെ ഫ്ലെയിം കുറച്ചിട്ട് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കണം. എപ്പോഴും പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികളെ ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ബാച്ച് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് പഴംപൊരിയുടെ മിക്സ് റെഡിയാക്കുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പല നാട്ടിലും പല മിക്സ് ആയിരിക്കും. ചിലപ്പോൾ മൈദമാവും ഗോതമ്പൊടിയും ഒരുമിച്ച് ചേർത്തിട്ടായിരിക്കും, ചിലപ്പോൾ അരിപ്പൊടിയും ഗോതമ്പൊടിയും ചേർത്തിട്ടായിരിക്കും, ചിലപ്പോൾ മൈദപ്പൊടി മാത്രം ചേർത്തിട്ടായിരിക്കും ഇതുപോലെ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്കതും ട്രൈ ചെയ്ത് നോക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ മുഴുവനും ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ നമ്മുടെ പഴംപൊരി കുറച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നല്ല പഫി ആയിട്ടുള്ള പഴംപൊരി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ്, എൻ്റെ കൈ പൊള്ളുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എടുത്ത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സോഫ്റ്റ് ആയിരിക്കുന്നുണ്ട്. ഇതുപോലെ നല്ല പഫി ആയിട്ടുള്ള പഴംപൊരി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്താലേ ഇതുപോലെ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പഴംപൊരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ പഴംപൊരി ഉണ്ടാക്കി നോക്കൂ. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും വ്യത്യസ്തമായ ഷേപ്പിലും നല്ല സോഫ്റ്റ് ആയിട്ടുമുള്ള ഈ ഒരു പഴംപൊരി നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ പഴംപൊരി ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കാറുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പഴംപൊരി മുറിച്ച് കാണിക്കണം എന്ന് എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി കമൻറ്റ് ചെയ്തിരുന്നു. പഴംപൊരി എന്നല്ല, ഞാൻ ഉണ്ടാക്കുന്ന സ്നാക്സൊക്കെ മുറിച്ച് കാണിക്കണം എന്ന്. പക്ഷെ നല്ല ചൂടാണ്, എനിക്ക് കൈ കൊണ്ട് പിടിക്കാൻ തന്നെ പറ്റുന്നില്ല. അതുകൊണ്ട് മുറിച്ച് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. തണുത്തിട്ട് എടുക്കാന്ന് വെച്ചാൽ ലൈറ്റ് പോവുകയും ചെയ്യും. കിച്ചൂസ് മുറിച്ച് കാണിച്ചിട്ടുണ്ട്, കിച്ചൂസ് മുറിച്ച് തന്നിട്ടുണ്ട്. കൈ പൊള്ളി നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമ്മുടെ പഴം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഈസി റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.